ഇസ്ലാം അറിയും തോറും അനുഭൂതിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഹയ്യുൻ ലാ യമൂത് ഖയ്യൂമുൻ ലാ യനാം لا تبلوه الأوهام ولا تدركه الأفهام ولا يشبه الأنام حي لا يموت قيوم لا ينام وأصلي وأسلم على خير من وطئت قدماه على وجه الأرض محمد بن عبد الله صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിലെ ഓരോ മേഖലയിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കുന്ന, ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തക്കികളുടെ കൂട്ടത്തിൽ, മുത്തവക്കിലീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അറിയും തോറും സമാധാനവും അനുഭൂതിയുമാണ്. ആര് നിഷേധിച്ചാലും അത് സത്യമാണ്. ഇസ്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും തോറും, അതാണ് അറിയും തോറും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹൃദയത്തിലേക്ക് ഇസ്ലാം ഇറങ്ങും തോറും അനുഭൂതിയാണ്, സമാധാനമാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്ന ഓരോ തിരിച്ചറിവുകളും സത്യത്തിൽ നമ്മെ ഈ ലോകത്ത് ഒരു ഭാരവുമില്ലാതെ നടക്കാൻ പറ്റാവുന്ന രൂപത്തിലേക്കാക്കി മാറ്റുകയാണ്. ഒരു ഭാരവും ഫീൽ ചെയ്യാതെ ഈ ഭൂമിയിലൂടെ നടക്കാവുന്ന രൂപത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, പ്രാർത്ഥന അതാണ് യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞതുമാണത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന്. കുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. പക്ഷേ നാം പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണൊരു വാസ്തവം. അള്ളാഹുവിലേക്ക് മാത്രമേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും അർപ്പിക്കാൻ പാടൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ലാഹു തആല വളരെ സിമ്പിളായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഉദാഹരണമല്ല, വസ്തുത. വളരെ സിമ്പിളാണ്. നമുക്കറിയാം, സാധാരണ ഗതിയിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാറ്, സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കാറ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, മനുഷ്യൻ്റെ റിസ്കിന് വേണ്ടി. രണ്ട്, മനുഷ്യൻ്റെ രോഗം ഭേദമാകാൻ വേണ്ടി. ഇങ്ങനെ രണ്ട് വിഷമഘട്ടങ്ങളിലാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കാറ്, പൊതുജനങ്ങൾ പ്രാർത്ഥിക്കാറ്. ഇതിൽ ആ രോഗം എന്നുള്ളത് നമ്മളൊന്ന് പുറത്തേക്കെടുത്താൽ അതിനെ ഒന്ന് നമ്മൾ
ഗഹനമായി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ പുറമേ നിന്നൊന്ന് നമ്മുടെ രോഗത്തെ വീക്ഷിച്ചാൽ അള്ളാഹു ആണ് ഈ ലോകത്തെ സർവ്വതിനെയും സംവിധാനിച്ചവൻ. ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ രണ്ടും കൂട്ടിമുട്ടിയാൽ വെള്ളമുണ്ടാകും എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഒരു മനുഷ്യനും മാറ്റം വരുത്താൻ പറ്റാത്ത നിയമമാണ്. ഒരു ശാസ്ത്രജ്ഞനും മാറ്റം വരുത്താൻ പറ്റാത്ത നിയമമാണ്. ഒരു ശാസ്ത്രജ്ഞനും പടച്ചുണ്ടാക്കാത്തതാണത്. അള്ളാഹുവിൻ്റെ നിയമം പിടിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് ഇങ്ങനെ ഖദരിയായിട്ടുള്ള ഹുക്കുമുകളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രോഗത്തെക്കുറിച്ച് നമ്മൾ പുറമേ നിന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ആ രോഗം ഉണ്ടാകാൻ ഒരു കാരണമുണ്ടാകും, ആ രോഗം മാറാൻ ഒരു കാരണമുണ്ടാകും. അള്ളാഹുവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. രോഗം ഉണ്ടാവാനും ഒരു കാരണമുണ്ടാകും, രോഗം മാറാനും ഒരു കാരണമുണ്ടാകും. പക്ഷേ ഈ കാരണങ്ങളെല്ലാം തന്നെ വെറും ഡമ്മികൾ മാത്രമാണ് എന്നൊരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെറും ഡമ്മികളാണ്. അവയ്ക്ക് കാരണം നൽകുന്നവനാരാണോ അവനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ആ വസ്തുക്കളെ നമ്മൾ പിടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം വഴി പിഴച്ചു പോവുക തന്നെ ചെയ്യും. മരുന്നാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് ഞാൻ ധരിക്കുകയാണെങ്കിൽ വല്ലാഹി നമ്മൾ വലിയ വഴിപിഴവിലാണ്. മരുന്നല്ല നമ്മെ ഭേദപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ലോകത്തുള്ള ഒരുപാട് ഡോക്ടർമാരൊക്കെ കൂടി ചർച്ച ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയൊരു മരുന്ന് കണ്ടുപിടിച്ചു എൻ്റെ രോഗത്തിന്. നമ്മളിലുള്ള ആരെങ്കിലുടെയൊക്കെ രോഗത്തിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് എൻ്റെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്താൽ ഭേദമാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഭേദമാക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് പ്രാർത്ഥിച്ചാലും രോഗം ഭേദമാക്കുന്നത്. മരുന്നുകൊണ്ട് ഭേദമാക്കുന്ന അള്ളാഹു തന്നെയാണ് പ്രാർത്ഥിച്ചാലും രോഗം ഭേദമാക്കുന്നത് എങ്കിൽ ഇത് രണ്ടിലും പിന്നെ എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറ്റുന്നവനും അള്ളാഹുവാണ്, മരുന്നുകൊണ്ട് രോഗം ഭേദം മാറ്റുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരേ രൂപമാണ് എങ്കിൽ ആരെയാണ് സത്യത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത്? മരുന്നിനെയാണോ അതോ അള്ളാഹുവിനെയാണോ? അള്ളാഹുവിനെയാണ്. നമ്മൾ ഈ പറയുന്ന യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നും ഒരു വിഷയമല്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതാരാണ്? നമ്മൾക്ക് നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ അതൊന്നും അനുഭവം ഉണ്ടാവില്ല. ഒരു സത്യനിഷേധിയായി അല്ല, അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനത് അനുഭവപ്പെടുകയാണ്. ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന്. എന്ത് പ്രാർത്ഥനയ്ക്ക്? ഒരു മനുഷ്യനും ഒരു ഡോക്ടർമാർക്കും മരുന്ന് കാണാൻ കഴിയാത്ത ഒരു രോഗത്തിന് പ്രാർത്ഥിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉത്തരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രാർത്ഥിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ഉത്തരം ലഭിക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഡോക്ടർ ലോറൻസ് ബ്രൗൺ പീസ് ടിവിയിലെ ഒരു അവതാരകനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായിരുന്ന കാരണത്തെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ടി വിയിൽ തന്നെ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു പ്രഭാഷണം പോലെയുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി എന്നുള്ളത്. അതാണ് ആദ്യമായിട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷ്യപത്രം പറയുന്നു എന്നുള്ളത്, അതെന്തുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നു എന്നതിനൊരു കാര്യം പറയുകയാണ്. ഒരാളുടെയും തെളിവ് നമുക്ക് ആവശ്യമില്ല. രോഗം മാറും എന്നുള്ളതിന് ഒരാളുടെയും തെളിവ് ലോകത്ത് ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു തെളിവും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ മരുന്ന് കഴിച്ചാലേ രോഗം മാറൂ, പ്രാർത്ഥിച്ചാൽ രോഗം മാറില്ല എന്നൊരു ചിന്ത അതങ്ങനെ അവിടെ കിടക്കുകയാണ്. ഏതോ ഒരു സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. അത് മാറ്റാൻ വേണ്ടി മെഡിക്കൽ ഡോക്ടറായ ഒരു ഡോക്ടർ തന്നെയാണ് ആ കാര്യം പറയുന്നത്. മെഡിക്കൽ സയൻസ് തോറ്റുപോയ ഒരു രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാത്രമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. Today I'm going to talk about how I became Muslim. Through these talks and through my other works,
A number of people have approached me and asked how I became Muslim and why. And if for no other reason than simply to tell the story once, answer everybody's questions, and let people know how I made this major change in my life and in my religion, I've decided to tell the story. The story takes us back to 1990. Before 1990, I was the typical American. I basically subscribed to the philosophy that the person who died with the most toys wins. I had spent my life accumulating different things of this world, and that was the only thing that I knew. That was the only objective I knew in life. In 1990, my second daughter was born. I guess I wasn't listening the first time. When my first daughter was born, Christina, about 10 months before, she did something I had never seen any child do before, and that is that she was able to stand from the very first day of life. From the very first day, if I put her on her feet, she would stand upright by herself. Now, I'm a doctor. I'm a medical doctor. I understand that that is something that a newborn baby is not supposed to be able to do. But I didn't see it as a miracle. I saw it as something interesting, something charming about this child. But I guess I didn't get the message. I guess the message had to come to me twice, and the second time in a more dramatic way. So, 10 months later, in 1990, my second daughter, Hannah, was born. Now, Hannah was taken directly from the birthing room in the hospital to the neonatal intensive care unit. And at the time, I didn't know why. They did not tell me. I was a doctor working in the hospital. It was George Washington University Hospital, one of the most famous hospitals in the United States. That was the hospital where President Ronald Reagan went when he was shot. You cannot fault the medical care at that hospital. They had the highest medical care. So when I found out that my second daughter was blue, I was very concerned. I went and saw her in the intensive care unit. From the level of her chest down to her toes, she was a dusky, the only way I can describe it is a gunmetal blue, this deep, deep, dusky kind of blue. Now, for those of you in the medical profession, you understand what that means. A lot of people, even outside the medical profession, understand what that means, but for those of you who don't, you know how when you look at the veins in your arms, in a pale-skinned person like myself, those veins are blue. The reason why is because blood, when it is carrying oxygen, is red. When the blood does not have oxygen, it turns blue. And that was the color of my child. We took a cardiac ultrasound. It showed that she had a coarctation of the aorta. Now, the aorta is the major vessel that comes off of the heart and then sweeps down to the rest of the body, carrying all of the blood for the body from the chest down. And a coarctation is a critical narrowing in that artery. We could see where the artery was normal size. We could see where it was normal size on the other side, but right in the middle, there was this tight coarctation where the artery narrowed down to almost nothing. So that was the condition of my child. She was dying. Her body was suffocating. Now, as a doctor, I understood what this meant. I had assisted on numerous cardiothoracic surgeries. I knew that this almost certainly meant for this child that she would undergo
emergency thoracic surgery. They would cut open her chest. They would replace the vessel with a graft. And these children, in general, don't do well. Given the technology of the time, about 20 years ago, my expectation was that my daughter would have the surgery, survive a few years, need to have the surgery again to replace the graft as she grew, and eventually the graft would fail and she would die. Now, that was my understanding at the time. That was the understanding of the intensivist, the doctor caring for my daughter at the time. So we were standing over this one-day-old baby, not even one-day-old baby, whose body was dying for lack of oxygen, and we were just watching her die. They called in a cardiothoracic surgeon from the Children's Hospital across town in Washington, D.C. When he came to see my daughter, I had to leave because I was emotional and I was not helping things. I was not helping them to do their job. I left the intensive care unit. I went down the hallway. Because it's an intensive care unit, there's a prayer room nearby. Now, I remember very clearly walking into that room and praying for the first time in my life with sincerity. And I remember it because I had never prayed with sincerity before. All of my life, I had been in charge. If there was anything that I needed, I knew how to go after it. If there was anything I wanted, I knew what I had to do to get it. I had never been in the position in my life where I faced a situation that I felt I couldn't handle it, where I knew that I was helpless. Now, a lot of people think that I came to Islam through Christianity. In a way, that's true, and I'll come to that. But at the time, it was not. I was never, at any time in my life, Christian. I used to be atheist. I was one of those who denied the existence of God. In fact, I tried to argue people away from believing in God. When I went into that prayer room, I remember one thing hit me right away, and that is that it was just a prayer room. There were no crosses, no crucifixes, no statues. There were no religious symbols at all. And immediately, I felt it was the right place to be. But because I was atheist, I prayed a prayer which I have since come to know is a little bit infamous. It's a kind of a weak prayer, but it has its strength. And that prayer is, "Oh God, if you are there." You have to remember, I had spent all of my life denying God, denying his existence. At that moment, I realized there was nothing I could do. There was nothing in my worldly power to help this child. And I knew that the only power, if it did exist, that could help my child was the Almighty. So the only way I could pray was to pray, "Oh God, if you are there." And I admitted, I was honest. I said, "I don't know if you're there or not. But if you are there, I need help." And I made a deal. I made a promise. I asked God if he saved my daughter, and then if he guided me to the religion that was most pleasing to him, that I would follow. And I remember those words precisely, asking him to guide me to the religion that was most pleasing to him and promising to follow. Well, I had been away for maybe 15 minutes.
I walked back to the intensive care unit. When I entered the unit, the doctors were huddled around my daughter like a football team in the huddle. They were on the other side of the room at one end. When I walked in, they looked up at me, and I could see something had changed. When I walked up to them, the cardiothoracic surgeon just looked me in the eye and said she was going to be okay. The doctors around me did not understand it. He went on to give an explanation. He started talking about a patent ductus arteriosus and how he explained the fact that my daughter was going to be okay. And I looked around at the other doctors' faces, and I realized that I was not the only one that did not buy that explanation. And I realized that although that explanation worked for him, it just simply didn't work for me. I had prayed with sincerity for the first time in my life, and I could only believe that this was the hand of my Creator. We took an ultrasound before that showed this life-limiting condition. We took an ultrasound after, and she was completely stone-cold normal. She never had surgery. She never had medicine. She just went to becoming a completely normal child. As a matter of fact, she entered college this year. When I saw this miracle, I realized I had made a promise. And I realized that if I did not fulfill that promise, I would be blameworthy. So I started searching. I had promised my Creator that if He would guide me to the religion most... അപ്പോൾ മനസ്സിലായവർക്കും മനസ്സിലാകാത്തവർക്കും കൂടി ഒന്നുകൂടി പറയുകയാണ്. അദ്ദേഹം ഡോക്ടർ ലോറൻസ് ബ്രൗൺ എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 1970കളിലെ ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ കുഞ്ഞ് പ്രസവിച്ച് വീണപ്പോൾ നീല നിറമായിരുന്നു, ഓക്സിജൻ ശരീരത്തിലേക്ക് എത്താത്തതിനാൽ. എന്തുകൊണ്ടങ്ങനെ വന്നു? ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നില്ല എന്ന്, ഹൃദയം ഇടിക്കുന്നില്ല. അങ്ങനെ ICUയിലേക്ക് മാറ്റി. വളരെ കുറച്ച് നിമിഷ നേരങ്ങളെ ആ കുഞ്ഞ് ജീവിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അവർ ഓപ്പറേഷൻ ചെയ്ത് ആ വെയിൻ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഓപ്പറേഷന് വേണ്ടി വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വരികയും ചെയ്ത സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. യേശു ഉണ്ടെന്നോ ദൈവമുണ്ടെന്നോ ഒന്നും അങ്ങനെയുള്ള രൂപത്തിലൊന്നും, ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത് എങ്കിലും ഒരു രൂപത്തിലും അദ്ദേഹത്തിന് ദൈവവിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഉറപ്പാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളായതിനാൽ അദ്ദേഹത്തിന് ഉറപ്പാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിസ്സഹായനാണ്, ഒരാളും സഹായിക്കാനില്ല. മാത്രമല്ല ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് ഇനി വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനും കഴിയുകയുമില്ല. നിസ്സഹായതയുടെ ഏറ്റവും വലിയ അവസ്ഥയാണ്. അപ്പോൾ അതുവരെ ദൈവത്തെ നിഷേധിച്ച് നടന്നിരുന്ന ആ മനുഷ്യൻ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് പറയുകയാണ്, ദൈവമേ നീ ഉണ്ടോ എന്നെനിക്കറിയില്ല, നീ അവിടെ ഉണ്ട് എങ്കിൽ എനിക്ക് ഹെൽപ്പ് വേണം. നീ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇല്ലയെന്ന് വിശ്വസിച്ച് നടന്നിരുന്നവനാണ്. ഉണ്ട് എങ്കിൽ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം. കാരണം ഇവിടെ സഹായിക്കാൻ നീ ഉണ്ട് എങ്കിൽ നിനക്ക് മാത്രമേ, ജനങ്ങളൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് മാത്രമേ ഇവിടെ എന്നെ സഹായിക്കാൻ പറ്റൂ. നീ അങ്ങനെ എന്നെ സഹായിക്കുകയാണെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യണം? നിനക്കിഷ്ടപ്പെട്ട ഒരു മതത്തിലേക്ക് നീ എന്നെ ചേർക്കുകയും ഞാൻ പിന്നെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു 10-15 മിനിറ്റാണ് അദ്ദേഹം ആ ICUവിൽ നിന്ന് മാറി നിന്നത്. എന്നിട്ട് തിരിച്ച് ICUവിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന അത്ഭുതമാണ് ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. എന്താണ്? സാധാരണഗതിയിൽ നോർമലായിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ്, സാധാരണഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് ഒരു തരത്തിലുള്ള ഓപ്പറേഷനോ മരുന്നോ വേണ്ട വിധമില്ലാത്ത രൂപത്തിൽ ആ കുഞ്ഞ് നോർമലാവുകയും അതുവരെ നീല കളറായിരുന്ന കുഞ്ഞ് നേരെ ഒരു സാധാരണഗതിയിൽ മനുഷ്യ കുഞ്ഞ് ജനിച്ച് വളർന്നു വരുന്ന രൂപത്തിൽ വളർന്നു വരികയും ഇദ്ദേഹം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വല്ലാഹി അത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടതാണ്. നാം ഓരോരുത്തരുടെയും പ്രാർത്ഥന അള്ളാഹു തആല കേൾക്കും. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ വേവലാതികൾ, ആവലാതികൾ. എന്തും ദാരിദ്ര്യം അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, എന്തും ഈ ലോകത്തുള്ള എന്തും, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഒരു നോട്ടമില്ലാതെ ഒരു സെക്കൻഡ് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ഒരു സെക്കൻഡ് ജീവിക്കാൻ കഴിയില്ല. അതിനാൽ ഏത് സംഗതിക്കും ഏത് കാര്യത്തിനും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു പ്രത്യേകതയാണ്. എന്താണത്? മനുഷ്യന്മാർ നമ്മൾ എന്നിട്ട് അങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത്. ഇന്ന് രാവിലെ ഒരു കാര്യം ചോദിച്ചു, എനിക്കത് തരണമേന്ന്. ഉച്ചക്ക് പോയിട്ട് വേറൊരു കാര്യം ചോദിച്ചു, എനിക്ക് അതും കൂടി തരണമേന്ന്. വൈകിട്ട് എനിക്ക് അതുകൂടി തരണമേന്ന് വീണ്ടും ചോദിച്ചു. പിന്നെ നമ്മൾ ചോദിക്കില്ല. 2-3 പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരില്ലേ? സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. നമുക്ക് മേലെയുള്ള നമ്മളെക്കാൾ ഫضലുകളുള്ള ആളുകളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മളങ്ങനെ ചോദിക്കാറില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമോ? വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതേ പ്രാക്ടീസാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. സത്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ ലം യസ്അലില്ലാഹ് യഗ്ളബ് അലൈഹി. അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് കോപം. അള്ളാഹു ദേഷ്യപ്പെടുക ചോദിച്ചില്ലെങ്കിലാണ്. ഏത് നിമിഷത്തിലും ചോദിക്കുക. ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. ചോദിക്കും തോറും ഇഷ്ടം. എന്തൊക്കെ ചോദിച്ചാലും, ചോദിച്ചത് തന്നെ ചോദിച്ചാലും, ചോദിക്കാത്ത പലത് ചോദിച്ചാലും, ഒരു ദിവസം നാം എത്രത്തോളം ചോദിച്ചുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം അള്ളാഹുവിന് എന്നോട് നിങ്ങളോട് ഇഷ്ടമാകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പമാണ്. മാത്രമല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അബ്ദാണ്, അടിമയാണ് ഞാൻ എന്നത് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ. എന്ത് കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുക, ഏത് വിഷയത്തിനും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണ് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. മരുന്ന് കഴിച്ചാലും പ്രാർത്ഥന വേണം, മരുന്ന് കഴിച്ചില്ലെങ്കിലും പ്രാർത്ഥന വേണം. പ്രാർത്ഥനയാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, മരുന്നല്ല. മരുന്ന് അള്ളാഹുവിൻ്റെ ഹുക്കുമാണ്. ആ ഹുക്കുമുകളെ ഏത് സമയത്തും മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ് ആര്? അള്ളാഹു തആല. വല്ലാഹി യഥാർത്ഥത്തിൽ ശരിക്ക് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ഹൃദയബന്ധമുള്ള മനുഷ്യൻ പച്ചവെള്ളം കുടിച്ചിട്ടാണ് അള്ളാഹുവേ ഇതിലൂടെ എൻ്റെ രോഗം മാറ്റണമേ എന്ന് പറഞ്ഞാൽ വല്ലാഹി ആ രോഗം മാറിയിരിക്കും, അത് എത്ര വലുതാണെങ്കിൽ പോലും. എന്തേ കാരണം? നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന രോഗങ്ങൾ രോഗാണുക്കളൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലേ? ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിക്കുക എന്താണ്? നമ്മളുടെ രോഗം മൂർച്ഛിച്ചാൽ എന്താ സംഭവിക്കുക? മരിച്ചു പോവും. എന്താ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോവും, പിന്നെ ബർസഖാണ്. ശരീരത്തിൽ നിന്ന് റൂഹ് മേലേക്ക് പോയാൽ പിന്നെ ബർസഖാണ്. പിന്നെ ഒരു ബന്ധമില്ല, ഈ ദുനിയാവിലുള്ള ആളുകളായിട്ട് യാതൊരു ബന്ധമില്ല, ബർസഖിലാണ്, വലിയ മറയിലാണ്. അങ്ങനെ പോയ ആൾക്കാരെ തിരിച്ച് അള്ളാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ശരീരത്തിനകത്തുള്ളൊരു രോഗം മാറ്റാനാണോ വലിയ? അള്ളാഹുവിന് അതൊരു വിഷയമേ അല്ല, പക്ഷെ അള്ളാഹു ചെയ്യുകയും ചെയ്യും. മരിച്ചവരെ പോലും എന്താ ഈസാ നബിയുടെ മുഅ്ജിസത്ത്? മരിച്ചവരെ ജീവിപ്പിക്കും. ഉറങ്ങിക്കിടക്കുന്ന ആളല്ലല്ലോ, മരിച്ചു പോയ റൂഹ് മേലേക്ക് പോയ ആളെ ഈസാ നബി അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി ജീവിപ്പിക്കുമായിരുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? റൂഹ് തിരിച്ച് ആ ആളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനേക്കാൾ വലുത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? സംഭവിക്കും. അള്ളാഹുവിൽ അതേ രൂപത്തിലുള്ള എന്തുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, യഖീൻ ഉണ്ടെങ്കിൽ, യഖീനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതാണ് തൗഹീദിലേക്ക്. തൗഹീദ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകേണ്ടുന്ന ഒരു നത്തീജയുണ്ട്. തൗഹീദിലൂടെ നാം എത്തിപ്പെടുന്ന ഒരു നത്തീജ, അതെന്താണ്? മനസ്സമാധാനം. തൗഹീദിലൂടെ ഏത് മനുഷ്യന്മാർക്കും മനസ്സമാധാനമാണ് കിട്ടേണ്ടത്. അല്ലാതെ ധാർഷ്ട്യമല്ല, ആളുകളുടെ മുന്നിൽ ധാർഷ്ട്യം കാണിക്കലല്ല. ഞാൻ എനിക്ക് അള്ളാഹിനെ മാത്രമേ പേടിയുള്ളൂ, നീ ആരണ്ട എന്നുള്ള ധാർഷ്ട്യമല്ല. സമാധാനം. എനിക്ക് എൻ്റെ റബ്ബുണ്ടല്ലോ, അലൈസല്ലാഹു ബികാഫിൻ
അബ്ദഹു ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന സമാധാനം. ഏത് വിഷയത്തിലും ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം, അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുലാക്കണം, അവലംബിക്കണം അള്ളാഹുവിനെ. ആ രൂപത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ ചെറിയ 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 സൂചനകളാണ്. ഇനി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. എനിക്ക് എന്താണ് തവക്കുൽ എന്നേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് തവക്കുൽ ചെയ്യേണ്ടത് എന്നേ പറയാൻ പറ്റൂ. തവക്കുൽ എന്താണെന്ന് നിങ്ങളെ അനുഭവിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് നിങ്ങൾക്കാർക്കും എന്നെ അനുഭവിപ്പിക്കാനും കഴിയില്ല. തവക്കുൽ എന്താണെന്ന് ഞാൻ സ്വന്തം അനുഭവിക്കണം, നിങ്ങൾ സ്വന്തം അനുഭവിക്കണം. ഒരു ഉപ്പാക്ക് ഒരു മകനെ അനുഭവിപ്പിക്കാൻ കഴിയില്ല, ഒരു മകന് ഉപ്പായെ അനുഭവിപ്പിക്കാൻ കഴിയില്ല. ഓരോരുത്തരും സ്വന്തം അതനുഭവിക്കുക തന്നെ വേണം. അതിൻ്റെ അളവ് വ്യത്യാസമായി കൊണ്ടിരിക്കും ഓരോരുത്തരുടെ ഈമാനിനനുസരിച്ച്, യഖീനനുസരിച്ച്. അല്ലാഹു തആല നാം ഏവരെയും ആ രൂപത്തിലേക്ക്, മുതവക്കിലീങ്ങളായ രൂപത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, അത് ഇതുമായിട്ട് ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിദ അലയ്യൽ ഉമം, എൻ്റെ മുന്നിൽ ഒരുപാട് സമൂഹങ്ങൾ, എല്ലാ സമൂഹങ്ങളെയും കാണിച്ചു. അതിൽ ചില നബിമാർ 1-2 ആളുകളായിട്ട് നടക്കുന്നു, ചില നബിമാർ കുറച്ചാളുകളായിട്ട് നടക്കുന്നു, ചില നബിമാർ ആരുമില്ല. അതായത് അവരുടെ സമൂഹങ്ങളെ മുഴുവൻ കാണിച്ചു. ലോകത്തുണ്ടായിരുന്ന മൂസാ നബിയുടെ സമൂഹം, ഈസാ നബിയുടെ സമൂഹം, എല്ലാ നബിമാരുടെയും സമൂഹത്തെ എനിക്ക് കാണിച്ചു തന്നു. അതിൽ എൻ്റെ സമുദായത്തെ ഞാൻ കണ്ടു. വലിയ ജനക്കൂട്ടം, കോടാനുകോടി ജനങ്ങളെ ഞാൻ കണ്ടു. എൻ്റെ സമൂഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം, അതിൽ ഞാനും നിങ്ങളൊക്കെ പെട്ടിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഈ ഇരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളടക്കം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ, കോടാനുകോടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു 70,000 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു 70,000 പേരുണ്ട് അതിനകത്ത്. അവരുടെ പ്രത്യേകത യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ബിലാ അദാബിൻ വലാ ഹിസാബ്, ശിക്ഷയോ ചോദ്യമോ ഒന്നും കൂടാതെ, വിചാരണയോ ഒന്നും കൂടാതെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. 70,000 പേര്, ശതമാനം പോലും പറയാൻ പറ്റാത്ത അത്രയും ചെറുതാണ്. കോടാനുകോടി ജനങ്ങളിൽ നിന്ന് ശതമാനം പോലും പറയാൻ പറ്റില്ല. ഇത്ര ശതമാനം, 10%, 20%, 1% എന്ന് പോലും പറയാൻ പറ്റാത്ത വിഭാഗം. അത് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കുമാകാം. ആവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആയ ഒരാളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളത് ഉക്കാശ റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവിടെയാണ് വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ആ വിഷയത്തിൽ തർക്കിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഹുമുല്ലദീന ലാ യസ്തർകൂൻ വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹുമുല്ലദീന ലാ യസ്തർകൂൻ, അവർ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്. അതായത് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ. അവർക്കാരും എനിക്ക് മന്ത്രിച്ചു തരണേ, ഞാൻ ആകപ്പെട്ടു എന്ന് അങ്ങനെ പറയില്ല. വലാ യക്തവൂൻ, ഇക്തിവാ നടത്തില്ല അവർ. അതായത് ചികിത്സ, എന്ത് ചികിത്സ? ശരീരം പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സ, ശാരീരിക ചികിത്സകൾ അവർ ചെയ്യില്ല എന്നർത്ഥം. വലാ യതതയ്യറൂൻ, ശകുനം പറയാത്തവരാണ് അവർ. അവർക്കൊന്നും ശകുനമായിട്ട് വരില്ല, ഒന്നും ശകുനമല്ല. എന്തേ കാരണം? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ തവക്കുലാക്കി നടക്കുകയായിരിക്കും. അള്ളാഹുവിൽ തവക്കുലാക്കി നടക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം കുറയലാണ്. പിന്നെ നടക്കല്ല, പിന്നെ ആ മനുഷ്യൻ തൂവൽ ഇളകുന്നത് പോലെ, ഇല കാറ്റിൽ പറക്കുന്നത് പോലെ, വളരെ അപ്പൂപ്പൻ താടി പോകുന്നുണ്ടല്ലേ, അപ്പൂപ്പൻ താടി കണ്ടല്ലേ, അതുപോലെ വായുവിലൂടെ പറക്കുകയായിരിക്കും. അതൊരു സുഖമാണ്. അതിപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ പറയാൻ പറ്റൂ. അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതറിയാൻ കഴിയും. അല്ലാഹു തആല നാം ഏവരെയും ഇവിടുന്ന് മരിച്ചു പോകുന്നതിന് മുന്നേ അത് അനുഭവിപ്പിക്കുമാറാകട്ടെ. അതൊരു വലിയ സുഖമാണ്, ഒരു വലിയ സുഖം എന്നല്ല, അതാണ് യഥാർത്ഥ സുഖം. അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു തആല ഒരുക്കി വെച്ച, നമ്മയൊക്കെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണോ ആ സ്ഥലം, അതെവിടെയാണ്? സ്വർഗം. ആ സ്വർഗത്തിലേക്ക് എൻ്റെ നിങ്ങളുടെയൊക്കെ ഉമ്മയും ഉപ്പയെയും അല്ലാഹു തആല പറഞ്ഞയച്ചു, ജീവിക്കാൻ പറഞ്ഞു. ഈ വൃക്ഷത്തെ മാത്രം അടുക്കരുത് എന്ന് പറഞ്ഞു, പരീക്ഷണമായിക്കൊണ്ട്. അവർ 2 പേരും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു. പിശാചിൻ്റെ
ദുർബോധനത്തിന് വഴങ്ങി, പിശാചിൻ്റെ വലവീശലിൽ വഴങ്ങി അവർ ആ മരത്തിൽ നിന്നുള്ള ഒരു കായ് ഭക്ഷിക്കുകയും അതോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടു ഇവൻ പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് ബോധ്യമായി. അള്ളാഹു തെറ്റ് ചെയ്തു. അള്ളാഹുവിനോട് ഇവർ തെറ്റ് ചെയ്തതിനെ അള്ളാഹു തആലയോട് ഇവർ ഖേദിച്ച് മടങ്ങുകയാണ്. അള്ളാഹു തആല തന്നെയാണത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി ബികലിമാത്തിൻ ഫതാബ അലൈഹി. അള്ളാഹു തആലയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം തൗബക്കുള്ള വാക്കുകൾ പഠിച്ചു. അങ്ങനെ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്യുകയും അള്ളാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിക്കുകയും ചെയ്തു. തൗബയുടെ ഒന്നാമത്തെ ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുന്നു. മടങ്ങി ആര്? ആദം നബി അലൈഹിസ്സലാം അതിൽ നിന്ന് മടങ്ങി. അതിനാൽ ആദം നബി അലൈഹിസ്സലാമിൽ നിന്നുള്ള ആ പാപഭാരം മാഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി. അല്ലാഹു തആല ആ തൗബ സ്വീകരിച്ചു എന്നർത്ഥം. അപ്പോൾ നമുക്കും മടങ്ങണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് മടങ്ങണം എൻ്റെ റബ്ബിലേക്ക്. എന്താണ് തൗബ എന്നാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പക്ഷേ പല ആളുകളും കരുതും തൗബ എന്നൊരു വിഷയമാണ് ഞാൻ കൊടുത്തിരുന്നതെങ്കിൽ പല ആളുകളും അതൊന്നും എനിക്ക് ബാധകമല്ല, അതൊക്കെ കള്ളു കുടിച്ച് നടക്കുന്ന, വ്യഭിചരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ തെറ്റ് തിന്മകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബാധകമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ. നമുക്കൊന്നും ഇപ്പോൾ ഏകദേശം പല ആളുകളും, കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്, എനിക്കൊന്നും തൗബേൻ്റെ ആവശ്യമില്ല എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്താണ് തൗബ എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്താണ് തൗബ എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന്. നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ? പാപങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ഇല്ലേ? ആ പാപങ്ങളൊക്കെ നമുക്ക് പുറത്ത് കിട്ടുമോ? ഇപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്ത് തരുമോ? പുറത്ത് തരും അല്ലേ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്. തൗറാത്തിനെ കുറിച്ചാണ് പറയുന്നത്. തൗറാത്തിൻ്റെ ആ ഗ്രന്ഥത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പിൻതലമുറക്കാർ വന്നു. വരിസുൽ കിതാബ്, ആ കിതാബിനെ, തൗറാത്തിനെ അനന്തരമായിട്ടെടുത്തവരാണ് അവരാണ് അതിൻ്റെ അനന്തരാവകാശികൾ. യഅഖുദൂന അറള ഹാദൽ അദ്ന, ഈ ദുനിയവിയായിട്ടുള്ള എല്ലാ സംഗതികളും അവർ സ്വീകരിക്കും. ദുനിയവിയായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരൊക്കെ സ്വീകരിക്കും. വയഖൂലൂന, ദുനിയാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്യും, തിന്മകളൊക്കെ ചെയ്യും. വയഖൂലൂന, എന്നിട്ട് അവർ പറയും സ യുഗ്ഫറു ലനാ, നമുക്ക് അല്ലാഹു തആല പുറത്തു തരും എന്നവർ പറയും. അതാണ് ജൂതന്മാരുടെ, അല്ലെങ്കിൽ തൗറാത്തിനെ അനന്തരമായി എടുത്ത ആളുകളുടെ അവസ്ഥയെങ്കിൽ ഇന്ന് പരിശുദ്ധ ഖുർആൻ അനന്തരമായിട്ട് എടുത്തിട്ടുള്ളവർ നമ്മളാണല്ലോ, അല്ലേ? അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ കത്തിക്കുമ്പോൾ നമ്മൾ ചൂടാവുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചൂടാവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ ചിന്തയും എന്താണ്? സയുഗ്ഫറു ലനാ, അല്ലാഹ് അതൊക്കെ വിട്ടുമാപ്പാക്കി തരും, അതൊക്കെ പുറത്തു തരും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അള്ളാഹുവിനൊരു കാഴ്ചപ്പാടുണ്ട്. ആർക്കാണ് അല്ലാഹു തആല പുറത്തു തരിക എന്നുള്ളത്? പുറത്തു തരിക ആർക്കാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണത്? അത് അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വഇന്നീ ലഗഫാർ, തീർച്ചയായിട്ടും ഞാൻ പൊറുക്കുന്നവൻ തന്നെയാണ്, തീർച്ചയായിട്ടും ഞാൻ പൊറുക്കും. പക്ഷെ ആർക്ക്? ലിമൻ താബ്, തൗബ ചെയ്തവൻ. വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ, എന്നിട്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഹിദായത്തിലൂടെ നടക്കുകയും ചെയ്ത മനുഷ്യന് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ എന്തുണ്ട്? തൗബയുണ്ട്. തൗബയാണ് പൊറുക്കലിൻ്റെ കണ്ടീഷൻ. തൗബ ചെയ്താൽ മാത്രമാണ് അല്ലാഹു തആല പൊറുക്കുക എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഫഅമ്മാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ.
ഫഅമ്മാമൻ താബ്, എന്നാൽ തൗബ ചെയ്ത ആളുകളുണ്ടല്ലോ, ഈ കൂട്ടത്തിൽ തൗബ ചെയ്തവരാർ? ആ തൗബ ചെയ്ത ആളുകൾ വ ആമന, എന്നിട്ട് വിശ്വസിക്കുകയും വ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ഫഅസാ അൻ യകൂനു മിനൽ മുഫ്ലിഹീൻ, അവർ വിജയികളാകാൻ അടുത്തിരിക്കുന്നു, സാധ്യതയുണ്ട്. അവരാണ് വിജയികളാകാൻ സാധ്യതയുള്ളവർ. തൗബ വേണം എന്നർത്ഥം. തൗബ ദിവസവും വേണം എന്നർത്ഥം. എങ്കിലേ വിജയത്തിലേക്ക് നമ്മൾ നടന്നെടുക്കൂ. നബിമാരെന്താ പറഞ്ഞത് തൗബയെക്കുറിച്ച്? അതും കൂടി കേൾക്കാം. എന്താ പറഞ്ഞത്? ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, വയാ ഖൗം, അല്ലയോ ജനങ്ങളെ, എൻ്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുവിൻ. എന്താ ഇസ്തിഗ്ഫാർ? ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുവിൻ. സുമ്മ, അതിനുശേഷം തൂബൂ ഇലൈഹി, തൗബ ചെയ്യുവിൻ. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മളെ തലൻ്റെ അകത്ത് രണ്ടും ഒന്നാണ്. അതായത് തൗബയും ഇസ്തിഗ്ഫാറും ഒന്നാണെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ നടത്തി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. അപ്പോൾ സമൂഹത്തോട് വന്നിട്ട് ഹൂദ് അലൈഹിസ്സലാം പറയുന്നതാണ്, യാ ഖൗം, എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. സ്വാലിഹ് നബി പറഞ്ഞത്, ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവിൻ, അവനല്ലാതെ വേറൊരു ഇലാഹ് നിങ്ങൾക്കില്ലേ ഇല്ല. ഹുവ അൻശഅകും മിനൽ അർദ്, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ജീവിപ്പിച്ചവൻ, മുളപ്പിച്ചവൻ അവനാകുന്നു. വസ്തഅമറകും ഫീഹാ, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആധിപത്യവും അധികാരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ നൽകിയവൻ അവനാകുന്നു. ഫസ്തഗ്ഫിറൂഹ്, അവനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുവിൻ. സുമ്മ, അതിനുശേഷം തൂബു ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്യുവിൻ. ഇസ്തിഗ്ഫാർ നടത്തിയതിന് ശേഷം തൗബ ചെയ്യുവിൻ. എന്താ അത്? ഇൻഷാ അല്ലാഹ് വിശദമാക്കിയിട്ട് പറയും. ശുഐബ് അലൈഹിസ്സലാം, വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. ശുഐബ് അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞതാണ്. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ പറയാണ്, അലിഫ് ലാം റാ കിതാബുൻ ഹുകിമത് ആയാതുഹു, നമ്മൾ ഓതിയതാണ്, മുന്നോതിയതാണ്. ഈ കിതാബ് ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ, ഹക്കീമായ ഖബീറായ അള്ളാഹുവിൽ നിന്നിറങ്ങിയ ഗ്രന്ഥമാണ്. ഒരു തരത്തിലുമുള്ള എന്തുമില്ല, വ്യത്യാസവും വേണ്ടാത്തതും ഒന്നുമില്ല, ആശയസമ്പുഷ്ടമാണ്. എല്ലാം ഹിക്മത്തോടുകൂടി അവതീർണമായതാണ്. എന്തിനാണ് ഇതിറങ്ങിയത്? എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നനീ ലക്കും മിൻഹു നദീറും വബശീർ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം അറിയിക്കാനും ആ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് താക്കീത് അറിയിക്കാനും വേണ്ടി വന്ന ആളാണ് ഞാൻ. അതാണ് ഞാനിതിൽ പറയുന്നത്. വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും, പിന്നെ രണ്ടാമത്തെ കാര്യം വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുവിൻ. സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. അപ്പം എന്താ തൗബ, എന്താ ഇസ്തിഗ്ഫാർ? ശരി, ഒരു വേഗതയെക്കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പരിശുദ്ധ ഖുർആനിൽ മുഴുവൻ വായിച്ചു നോക്കിയാൽ മനുഷ്യ ജീവിതത്തെ എന്തായാലും മനുഷ്യന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതെന്നാണല്ലോ. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് വേഗതകളെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുകയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള സലൂല, ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഫംഷു, എന്താ? നിങ്ങൾ നടക്കുവിൻ. മഷിയുൽ അഖ്ദാം, എന്താ? മഷ, നടന്നു. ഫംഷു, നിങ്ങൾ നടക്കുവിൻ. ഫീ മനാകിബിഹ, അതിൻ്റെ ഉപരിതലത്തിലൂടെ. വകുലു, നിങ്ങൾ ഭക്ഷിക്കുവിൻ. മിർ റിസ്ഖിഹി, അള്ളാഹുവിൻ്റെ റിസ്ക്. വ ഇലൈഹിൻ നുശൂർ, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. ഇവിടെ ഒരു വേഗതയുണ്ടോ? നടത്തത്തിനൊരു വേഗതയില്ലേ? ഇല്ലേ? മഷി എന്ന് പറഞ്ഞാൽ ഒരു വേഗതയാണ്, നടക്കുന്ന ഒരു സ്പീഡാണ്. അടുത്തത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം, അതായത് ഇന്ന്.
നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, നിങ്ങളെ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ സഅയ് നടത്തുവിൻ. എന്താ സഅയ്? ഇത്തിരി ധൃതിയിൽ പോകും. ഇലാ ദിക്രില്ല, എവിടേക്ക്? അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്. വദറുൽ ബൈ, കച്ചവടമൊക്കെ ഉപേക്ഷിക്കുവിൻ, നിർത്തുവിൻ. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അള്ളാഹു തആല പറയുന്നു. ഇവിടെയും ഒരു സ്പീഡുണ്ട്. എന്താണ്? സഅയ് അല്ലേ? നേരത്തെ സ്പീഡിനേക്കാൾ വലിയ സ്പീഡാണോ ചെറിയ സ്പീഡാണോ? കുറച്ചും കൂടി അല്ലേ? നേരത്തെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കാൻ പറഞ്ഞത്? ഫുഡ് തേടിയിട്ട്, ഭക്ഷണം തേടിയിട്ട് അല്ലേ? അതിനുള്ള നടത്തമാണ് പറഞ്ഞത്. ഇവിടെ രണ്ടാമത്തെ എന്താണ്? ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്റിന്, ദിക്റുല്ലാക്ക് വേണ്ടിയിട്ട് ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ സ്പീഡിൽ പോകുവിൻ. ശരി, അടുത്തത് വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നഹ്. സാരിഉ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോവുവിൻ. എങ്ങനെയാണോ സ്പീഡ് ആ സ്പീഡിൽ പോകും. ഓടിച്ചെല്ലുവിൻ. വണ്ടി എടുത്തിട്ടാണെങ്കിൽ വണ്ടി എടുത്ത്, ബൈക്ക് എടുത്തിട്ടാണെങ്കിൽ ബൈക്ക്, സൈക്കിൾ എടുത്തിട്ടാണെങ്കിൽ സൈക്കിൾ, ഓടിയിട്ടാണെങ്കിൽ ഓടി. സ്പീഡിൽ ചെല്ലുവിൻ അല്ലേ? സുറഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പീഡിൽ ചെല്ലുവിൻ. എങ്ങനെയാണ്? നിങ്ങൾ പ്ലെയിനിൽ പോകണോ? പ്ലെയിനിൽ പോകാം. എവിടേക്ക്? ഇലാ മഗ്ഫിറ, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ സ്പീഡിൽ പോകുവിൻ. മിർ റബ്ബിക്കും വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗത്തിൻ്റെ വിശാലത, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക് ഓടല്ല, നടക്കല്ല, സ്പീഡിൽ പോവുകയും. സൂപ്പർ സോണിക് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റുമോ? പോവുക. എങ്ങോട്ടേക്ക്? മഗ്ഫിറത്തിലേക്ക്. അപ്പോൾ അല്ലാഹു തആല ഈ ഒരു 3 സ്പീഡ്, ഇതല്ലാത്ത വേറൊരു സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതല്ല, നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് എന്താ? ഏതിലാണ് നമ്മൾ സ്പീഡ് കൂട്ടേണ്ടത്? വളരെ വ്യക്തമല്ലേ? പച്ചവെള്ളം പോലെ വ്യക്തമാണ് എവിടേക്കാണ് സ്പീഡ് വേണ്ടതെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മുടെ അവസ്ഥ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, നിങ്ങളുടെ അല്ല, എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാവുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് സ്പീഡ്, സുറഅത്ത്, സൂപ്പർ സോണിക്കിലടക്കം നമ്മൾ പോണത് അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് എന്തായിരിക്കും? അത് ദിക്റുള്ളയായിരിക്കും, അല്ലാഹു ആലം എന്താണെന്ന്. പക്ഷെ ഒന്നാമത്തേത് നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ പരിഗണിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ്, ഏറ്റവും വലിയ സ്പീഡ് ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് ഈ രൂപത്തിലാണ്. ശരി, അഞ്ചാമത്തേത് ആരാണ് തൗബ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ചെയ്യണോ, അതോ കള്ളും മറ്റു വലിയ വലിയ തിന്മകളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യന്മാർ ചെയ്താൽ മതിയോ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, തിരിച്ചറിയേണ്ടതാണ്. വതൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. ആരോടാ? ജമീഅ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ സദസ്സിൽ ഒരാളും ഒഴിവില്ല, അവിടെ ഇരിക്കുന്ന സ്ത്രീകളും ഒഴിവില്ല, ഇത് കേൾക്കുന്ന ആരും ഒഴിവില്ല. ജമീഅൻ, മുഴുവനും. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ. ആ സത്യവിശ്വാസികൾ തൗബ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അയ്യുഹൽ മുജ്രിമൂൻ എന്നാണ് പറഞ്ഞത്. അയ്യുഹൽ മുജ്രിമൂനാണെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളാണെന്ന് പറയാം. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആൾ എന്തായാലും തിന്മ ചെയ്യൂലല്ലോ, അയാൾക്ക് ആകെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കാനേ പറ്റുള്ളൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. വിജയിക്കണോ? തൗബ വേണം. തൗബ നമ്മുടെ ജീവിതത്തിൽ വേണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്. ആരെയാണ് വിളിച്ചത്? യാ അയ്യുഹല്ലദീന കഫറു എന്നാണോ? യാ അഹ്ലൽ കിതാബ് എന്നാണോ? യാ അയ്യുഹല്ലദീന നാഫഖു എന്നാണോ? അല്ല, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. വിളിയേക്കൂലേ? സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാൽ നമ്മൾ വിളിയേക്കൂലേ? എങ്കിൽ ഇത് കേൾക്കണം. തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. തൗബതൻ നസൂഹ, ഒറിജിനൽ തൗബ, കള്ളത്തരമല്ല, ഒറിജിനൽ. നസൂഹായ തൗബ, നസൂഹായ തൗബയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒറിജിനൽ തൗബ എന്നുള്ളത്? ഒറിജിനൽ തൗബ ചെയ്യുമ്പോൾ
നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അത് വന്നിട്ടുണ്ടെങ്കിൽ തൗബയാണ്, വന്നിട്ടില്ല എങ്കിൽ നസൂഹല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. ഫ ഇന്നി, ഞാനുണ്ടല്ലോ, അതൂബു ഫിൽ യൗം, ഒരു ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന തൗബ അള്ളാഹുവിലേക്ക് 100 മറ, 100 തവണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്ത തെറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും എല്ലാ തരത്തിലും ഗവേഷണ നിരീക്ഷണങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ചെയ്ത് നോക്കി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരോട് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ചെറിയ ഒരു തെറ്റ് ഒന്ന് കാണിച്ചതാ. അതിൽ നിന്നാണല്ലോ തൗബ ചെയ്യേണ്ടത് നമ്മളുടെ ചിന്തയനുസരിച്ച്. എന്താ ഉള്ളത്? ഒരു തെറ്റ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിൽ 100 തവണ ഞാൻ ചെയ്യും. വേറൊരു റിവായത്തിൽ 70 തവണ ചെയ്യുമെങ്കിൽ അത് സത്യവിശ്വാസിയുടെ കൂടപ്പിറപ്പാവണം. എന്ത്? തൗബ കൂടപ്പിറപ്പാവേണ്ടത് അത്യാവശ്യമാണ്, എങ്കിലേ വിജയിക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. ആർക്കാണ് തൗബ ലഭിക്കുക? ഇപ്പം സത്യവിശ്വാസികൾ മുഴുവൻ നിർബന്ധമായിട്ടും നിരന്തരമായും തൗബ ചെയ്യണം. എന്താണ് തൗബ എന്ന് പറയേ? തൗബ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ മനസ്സിലൊരു തൗബ ഉണ്ട്, അത് മുഴുവൻ ചവറ്റുകൊട്ടയ്ക്ക് എറിയുക. ഇപ്പം നമ്മളെ മനസ്സിലുള്ള തൗബകൾ മുഴുവൻ ചവറ്റുകൊട്ടയ്ക്ക് എറിയുക. ഫ്രഷായിട്ട് പുതുതായിട്ട് നമ്മൾ കേൾക്കേണ്ടതാണത്. ആർക്കാണ് തൗബ ലഭിക്കുക? ഇനി തിന്മ ചെയ്ത ഒരാളുണ്ടെന്ന് കരുതുക. ആ തിന്മ ചെയ്ത ആൾക്ക്, തിന്മ ചെയ്തവരിൽ ആർക്കാണ് അല്ലാഹു തആല, ആരിൽ നിന്നാണ് അല്ലാഹു തആല തൗബ സ്വീകരിക്കുക? അത് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്തു ആലി ഇംറാനിലൂടെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഇത് തിന്മ ചെയ്തവരെ കുറിച്ച് പറയുന്നതാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, അതായത് എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യങ്ങൾ, ഫാഹിഷത്ത് ചെയ്ത ആളുകൾ, ഔ സലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചു, എന്തോ തിന്മ ചെയ്തു, ടി വിയിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു, നെറ്റിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു, അല്ലെങ്കിൽ ആരെയോ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ എന്തിനെയോ കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ എന്തോ ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ ചെയ്തു. വലമു അൻഫുസഹും, സ്വന്തം ആത്മാവിനോട്, സ്വന്തം ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ ദക്കറുല്ലാഹ്, ഉടനെ അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് അള്ളാഹു അല്ലാതെ ഇങ്ങനെ പാപങ്ങൾ പൊറുക്കുന്നവൻ? വേറെ ആരാ ഉള്ളത്? വേറെ ആരും പൊറുക്കൂലല്ലോ. ഉപ്പാ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, ഉപ്പാ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഉപ്പ പുറത്തിട്ട് എന്താ കാര്യം? ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കോളേജ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉപ്പ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചാൽ ഉപ്പ പുറത്തു തരില്ല. ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ വിളിച്ചിരുത്തി, മലക്കുകളെ വിളിച്ചിരുത്തി, പ്രവാചകന്മാരെ വിളിച്ചിരുത്തി, ജിന്നുകളെ വിളിച്ചിരുത്തി, പക്ഷി മൃഗാദികളെ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരോടും പറയണം എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു തരാൻ കഴിയില്ല. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പൊറുക്കുക? എന്നിട്ടോ വലം യുസിറു അലാമാ ഫഅലു, വലം യുസിറു അലാമാ ഫഅലു, വലം യുസിറു കടിച്ചു തൂങ്ങിയിട്ടില്ല, അലാമാ ഫഅലു അവർ പ്രവർത്തിച്ചതിനെ. എന്ത് തിന്മയാണോ ചെയ്തത് ആ തിന്മയമ കടിച്ചു തൂങ്ങി നിൽക്കാത്ത ആളുകൾ. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തിന്മയിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾ. ഉലായിക ജസാഉഹും മഗ്ഫിറ, അവർക്കാണ് എന്തുള്ളത്? മഗ്ഫിറത്തുള്ളത്. മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. മനസ്സിലായോ ആർക്കാണ് തൗബ കിട്ടുക എന്ന്? മനസ്സിലായി. കുറച്ചുകൂടി വ്യക്തമായ രൂപത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്, ഇന്നമത് തൗബ, തൗബ ഒരു കൂട്ടർക്ക് മാത്രമേ കിട്ടൂ. തൗബ ചെയ്ത് എന്ന് വെച്ചിട്ട് കാര്യമില്ല. തൗബ ആർക്കേ കിട്ടൂ? അലല്ലദീന യഅമലൂന സൂ, തിന്മകൾ ചെയ്തിട്ട് തൗബ കിട്ടുന്ന ആളുകൾ ആരാണ്? ബിജഹാല, തിന്മകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരു നിമിഷത്തിൻ്റെ കടന്നാക്രമണത്തിൽ ഒക്കെ മറന്നുപോയി. അങ്ങനെ ജഹാലത്തോടു കൂടി തിന്മ ചെയ്തു, ഒരു നിമിഷം ഒക്കെ മറന്നുപോയി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകൾ ഒക്കെ മറന്നുപോയി. പെട്ടെന്ന് തിന്മയിൽ അങ്ങോട്ട് വീണുപോയി, ജഹാലത്തോടു കൂടി വീണു. സുമ്മ, അങ്ങനെ ആ ജഹാലത്തോടു കൂടി ഒരു തിന്മ ചെയ്തു. സുമ്മ യതൂബൂന മിൻ ഖരീബ്,
വളരെ പെട്ടെന്ന് തന്നെ തൗബ ചെയ്തു. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവർക്ക് അല്ലാഹു തആല തൗബ കൊടുക്കുക തന്നെ ചെയ്യും, കൊടുക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വലൈസത്തി തൗബ, തൗബ കൊടുക്കില്ല, കിട്ടില്ല. ആർക്ക്? ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക്. ഏതുവരെ? ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്, മരണം ആസന്നമാകുന്നത് വരെ തിന്മകൾ ചെയ്തു. ഖാല, അപ്പ ആ മനുഷ്യൻ പറയും, ഇന്നി തുബത്തുൽ ആൻ, റബ്ബേ ഞാനിതാ മടങ്ങുന്നു നിന്നിൽ നിന്ന് എന്ന് പറയുന്നു. വലം ഇന്നി തുബത്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിരീങ്ങളായിക്കൊണ്ട് മരിക്കുന്നവർക്കും കിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ആരെയാണ്? ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബത്തുൽ ആൻ എന്ന് പറഞ്ഞത് ആരാണ്? മരണം ആസന്നമാകുന്നത് വരെ തിന്മകൾ ചെയ്ത് എന്നിട്ട് അപ്പോൾ റബ്ബേ ഞാനിപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് തൗബ കിട്ടില്ല. പിന്നെ കാഫിര്യങ്ങളായിട്ട് മരിക്കുന്നവർക്കും തൗബ കിട്ടില്ല. മുന്ന് പറഞ്ഞ മുഅ്മിനുകളെ കുറിച്ചാണ്. മുഅ്മിനുകൾ തിന്മ ചെയ്തിട്ട് ഏറ്റവും അവസാനം വരെ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, നെഞ്ഞുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടർമാരൊക്കെ വന്നു, ഒക്കെ പിടിച്ചു നോക്കി, അങ്ങനെ ഇതൊക്കെ നോക്കി, ECG എടുത്ത്, അങ്ങനെ ഇതൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്യണം. അങ്ങനെ ഓരോന്ന് കാണിക്കണം ഡോക്ടർമാർ. അപ്പോൾ നേഴ്സുമാർ കൈ പിടിച്ചിട്ടൊക്കെ പറഞ്ഞു, ഡോക്ടർ പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ നമ്മൾക്ക് കാണാം ആ മീറ്ററിൽ ഇങ്ങനെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പിക്കാൻ തുടങ്ങും പോക്കാണ് കാര്യമെന്ന്. അപ്പോൾ ഒരു തൗബുണ്ട്. എന്ത്? റബ്ബേ ഞാൻ ഒരുപാട് ചെയ്തു, നിന്നെ മറന്നു, റബ്ബേ എനിക്ക് പുറത്തു തരണമേ. കിട്ടില്ല. നഊദുബില്ലാ, അല്ലാഹു തആല നാം ഇവരെയും രക്ഷിക്കുമാറാകട്ടെ. കിട്ടില്ല. അപ്പോഴേ ചില ആളുകൾക്ക് ബോധം വരൂ, എന്ത്? തൗബ ചെയ്യണമായിരുന്നു, അശ്രദ്ധയിലായിരുന്നു എന്നുള്ളത് അപ്പോഴറിയാം. അപ്പോൾ ചോദിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 മണിക്കൂർ മടങ്ങിപ്പോകാനൊക്കെ ചോദിക്കും. ലൻ യഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അജല് വന്ന ഒരു തരി സെക്കൻഡല്ല, മൈക്രോ സെക്കൻഡ് പോലും അല്ലാഹു തആല പിന്നിലേക്ക് മാറ്റൂല. അപകടമാണ് കാര്യം. തൗബ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്, തിരിച്ചറിയേണ്ടതാണ്, ജീവിതത്തിൽ ചേർക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? കുറേ നാൾ തിന്മ ചെയ്താൽ മതിയോ? എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടോ അതിന്? എവിടം വരെയാണ് തൗബ ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്യേണ്ടത്? അല്ലാഹു തആല ചോദിക്കുകയാണ് സൂറത്ത് അൻആമിലൂടെ, ഹൽ യൻദുറൂൻ, ഈ മനുഷ്യന്മാരൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ? ഇല്ലാ അൻ തഅതിയഹുൽ മലായിക, മലക്കുകൾ ഇവരുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നതിനെ പ്രതീക്ഷിച്ചിട്ടാണോ നിൽക്കുന്നത്? ഔ യഅതിയ റബ്ബുക്, അല്ലെങ്കിൽ റബ്ബ് തന്നെ വരാനാണോ കാത്തു നിൽക്കുന്നത്? അതോ മലക്കുകൾ ഇങ്ങനെ വരുന്നതാണോ കാത്തു നിൽക്കുന്നത് തൗബ ചെയ്യാതെ? ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും സ്പഷ്ടമായ ദൃഷ്ടാന്തം, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് കാണുകയാണ്, എന്തോ ഒന്ന് കാണുകയാണ്. ചന്ദ്രൻ ഇങ്ങനെ പിണർന്ന് 2 കഷ്ണമായി, അല്ലെങ്കിൽ ഒരു 5-6 കഷ്ണമായി, തകർന്ന ഒരു പ്ലേറ്റ് പോലെ ചന്ദ്രനായി, അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണോ മനുഷ്യന്മാർ കാത്തു നിൽക്കുന്നത്? അല്ലെങ്കിൽ മലക്കുകളൊക്കെ കാത്തു നിൽക്കുന്നത്? മലക്കുകളൊക്കെ വരാനാണോ കാത്തു നിൽക്കുന്നത് എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ വരുന്ന ഒരു ദിവസം ഉണ്ട്. വരില്ല എന്നല്ല, വരും ഒരു ദിവസം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഒരു ദിവസം വരും, നമ്മൾ കാണും. ഈ മനുഷ്യന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണും ആ ആയത്തുകൾ. പക്ഷേ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരു ആത്മാവിനും അന്ന് ഈമാൻ ഉണ്ടായിട്ട് കാര്യമില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, അതിന് തൊട്ട് മുന്ന് വരെ ഈമാനില്ലാതെ, അതിന് തൊട്ട് മുന്ന് വരെ ഈമാനില്ല, ആ സമയത്ത് മാത്രം ഈമാൻ ഉണ്ടായി. ഇതേത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഈ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും ഒരു ദിവസം. സൂര്യൻ ഇപ്പോൾ കിഴക്ക് നിന്നാണല്ലോ ഉദിക്കുന്നത്, ഒരു ദിവസം പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അപ്പോൾ ഫആമനന്നാസു ജമീഅ, മനുഷ്യന്മാർ മുഴുവനും വിശ്വാസികളാവും. എല്ലാ കാഫിര്യങ്ങളും എല്ലാ മുജ്രിമീങ്ങളായ ആളുകളും ഒക്കെ വിശ്വാസികളാവും, ഒക്കെ തൗബ ചെയ്ത് മടങ്ങും. പക്ഷേ ഒരാളുടെ തൗബയും സ്വീകരിക്കൂല. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ തുടങ്ങിയാൽ അത് ക്ലോസ് ചെയ്തു, തൗബയുടെ വാതിൽ ക്ലോസ് ചെയ്തു എന്നർത്ഥം. അത് നാളെ ആയിരിക്കുമോ? അല്ലാഹു ആലം. എന്നായിരിക്കും എന്നറിയില്ല. ഒരാൾക്കും ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പോലും അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഴമേഘങ്ങൾ വരുമ്പോൾ, കറുത്ത കാർമേഘങ്ങൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പേടിച്ചിരുന്നു.
കുസൂഫ് വരുമ്പോൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുമ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചന്ദ്രഗ്രഹണം ബാധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു. എവിടേക്ക്? പള്ളിയിലേക്ക്. റസൂലിൻ്റെ മുണ്ട് നിലത്തുകൂടി വലിച്ചിട്ടിട്ടാണ് വന്നതെന്നർത്ഥം, പേടിച്ചിട്ട്. എന്തേ? ഖിയാമത്ത് നാളാണോ എന്ന് കരുതിയിട്ട്. ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകത എന്താ? ഖിയാമത്ത് നാളിന് സൂര്യഗ്രഹണം ബാധിക്കും, ചന്ദ്രഗ്രഹണം ബാധിക്കും, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ലൈറ്റൊക്കെ പോകും. അതാണോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓടി വന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് നിർഭയത്വത്തോട് കൂടിയിട്ടാണ് ഇത് സംഭവിക്കില്ല, നാളെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കില്ല എന്ന് എന്ത് നിർഭയത്വമാണുള്ളത്? അപ്പോൾ അള്ളാഹു പറയാണ്, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. മുന്ന് വിശ്വസിച്ചിട്ടില്ലാത്ത കാഫിരീങ്ങളായി നടന്ന ആളുകൾക്ക് അന്ന് വിശ്വാസികളായിട്ട് കാര്യമില്ല. ഔ അല്ലെങ്കിലോ കസബത് ഫി ഈമാനിഹാ ഖൈറ. ഈമാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഖൈർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ചാൻസുകൾ കിട്ടിയിരുന്നു ഖൈർ ഉണ്ടാക്കാൻ. ആ ചാൻസ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾക്ക് അപ്പം മുതൽ രാത്രി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പം മുതൽ സുന്നത്ത് നോമ്പുകൾ നോക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം മുതൽ നല്ല വർത്തമാനങ്ങൾ, ആൾക്കാരെ കുറിച്ചൊക്കെ നല്ലത് മാത്രമേ പറയൂ. എന്തോ ഒരു മുത്തക്കയായിട്ട് കാര്യമില്ല. ഔ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫി ഈമാനിഹാ ഖൈറ. തൻ്റെ ഈമാനിൽ ഖൈർ സമ്പാദിക്കാത്ത ആളുകൾക്ക് അന്ന് മുതൽ സമ്പാദിക്കാൻ കഴിയില്ല. കുൽ, റസൂലെ പറയുക, ഇൻതദിറു, നിങ്ങൾ പ്രതീക്ഷിച്ചു നിന്നോ, ഇന്നാ മുൻതദിറൂൻ, നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതിനാൽ ഈ ഗൗരവം നമ്മൾ തിരിച്ചറിയുക, തൗബയിലേക്ക് സ്പീഡിൽ പോവുക. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ. അല്ലാഹു തആല തൗബക്ക് വേണ്ടി കൈകൾ നീട്ടിയിരിക്കുകയാണ്. ലിയതൂബ മുസി അന്നഹാർ. രാത്രി കൈകൾ നീട്ടിയിരിക്കുകയാണ് പകലിൽ ചെയ്ത തെറ്റുകൾ തൗബ കൊടുക്കുവാൻ, തൗബ ചെയ്യുന്നവനക്ക് തൗബ കൊടുക്കുവാൻ, തൗബ ചെയ്ത ആളുകൾക്ക് തൗബ സ്വീകരിക്കുവാൻ വേണ്ടി പകൽ മുഴുവൻ ചെയ്ത തിന്മകളിൽ നിന്ന് തൗബ ചെയ്തിട്ട് ആ തൗബ സ്വീകരിച്ച് തൗബ കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു തആല രാത്രി മുഴുവൻ കൈകൾ നീട്ടിയിരിക്കുകയാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസി അന്നഹാർ മുസി അല്ലൈൽ. അതേപോലെ രാത്രി ചെയ്ത തിന്മകളിൽ നിന്ന് തൗബ ചെയ്തിട്ട് ആ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി പകൽ മുഴുവൻ അല്ലാഹു തആല കൈകൾ നീട്ടിയിരിക്കുകയാണ് എന്നർത്ഥം. അതായത് 24 hours, 24 മണിക്കൂറും തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു റെഡിയാണ്, അള്ളാഹു കാത്തിരിക്കുകയാണ്. ഒരു സമയം പോലും അള്ളാഹു തആല അതിന് നിശ്ചയിച്ചിട്ടില്ല. ഇന്ന സമയത്തെ തൗബ ചെയ്യാൻ പാടൂ എന്ന് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടില്ല. ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ. സൂര്യൻ ഉദിച്ചാൽ പിന്നെ കാര്യമില്ല, രക്ഷയില്ല എന്നർത്ഥം. അതേപോലെ മരണമാസന്നമായാലും, നേരത്തെ ഓതിയ ആയത്തായതുകൊണ്ടാണ് വീണ്ടും ഓതാത്തത്. മരണമാസന്നമായാലും തൗബ കാര്യമില്ല. അപ്പോൾ എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ. പിന്നെ എന്നുള്ളതിലില്ല. ഇപ്പോൾ തൗബ ചെയ്യണം. ഇപ്പോൾ തൗബ ചെയ്യണമെന്ന്, തൗബ എങ്ങനെയാണെന്ന് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം ഇന്ന് രാത്രി ചെയ്തിരിക്കണം. കാരണം ഇന്ന് രാത്രി നമുക്കാർക്കും അറ്റാക്ക് വരില്ല എന്ന് ഉറപ്പുണ്ടോ? മരിച്ചു പോകില്ല എന്ന് ഉറപ്പുണ്ടോ? ആ മരിക്കുന്ന സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു തആല തൗബ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ.